ഉടുമ്പൻശ്ശേരി. ഞാനിന്ന് ഈ സംസ്കൃത കോളേജിലെ അപ്പുറത്തെ LP അല്ല, സാഹിത്യദ്വീപില് ആ സ്കൂളിലല്ല, അതില് പഠിച്ചിട്ടില്ല. ഞാനും മനോജ് നമ്മളെ മരിച്ച ബൈജു ഒക്കെ അല്ലേ, ആ, മനസ്സിലായി മനസ്സിലായി. ഞങ്ങൾ 4 പഠിക്കുമ്പോഴാണ് അവൻ മരിച്ചത്. ബൈജു ആ ആ കുളത്തി വീണിട്ട്. ആ കൊളത്തി വീണ് മരിച്ചു. ഭയങ്കര എന്താ പറയാ, ഭയങ്കര സങ്കടം, ഭയങ്കര ഒരു ഫീലായിരുന്നു, ഭയങ്കര ടെൻഷനായിരുന്നു ഞങ്ങൾക്ക് അത്. കാരണം ഞങ്ങൾ അത്രയും ക്ലോസ് ആയിരുന്നു, ഞാന് ബൈജു മനോജ്. മനോജൊക്കെ ആ സ്കൂളിലെ പഠിച്ചിരുന്നത്. അവനക്ക് അവിടുന്ന് അങ്ങോട്ട് എളുപ്പം. പിന്നെ നമ്മള് പിന്നെ തറവാട് നമ്മളെ അവിടെ ആയ കാരണേ കാശ്മീർ റോട്ടിൽ നിന്ന് അങ്ങോട്ട് ആ കോഴിക്കടൊക്കെ നടത്തിയിരുന്നില്ലേ നമ്മളെ കാശ്മീർ റോട്ടിൽ നിന്ന്, അതിന്റെ മാമയാണ്. ആ അത് ശരിയാ, മറ്റേ ആ വലിയ വീടിന്റെ ഓപ്പോസിറ്റിലുള്ള ചെറിയ അതന്നെ. ആ കാശ്മീർ റോട്ടിൽ നിന്നാണ്ട് കേറുമ്പോ ഇപ്പൊ ജമാലിക്ക നടത്തണില്ലേ കട, സൂപ്പർ മാർക്കറ്റ്. ഇപ്പോഴത്തെ അറിയില്ല, മുന്നത്തെ എന്താ അമീൻ അങ്ങനെ എന്താ ഉണ്ടായിരുന്നല്ലേ പേര് തോന്നുന്നു. അല്ല, പിന്നെ അതിന്റെ മാമയായിരുന്നു. അത് മരണപ്പെട്ട്. അതെ. രണ്ടാളും മരണപ്പെട്ട്. മറ്റേ താഴെ മാമയും മരണപ്പെട്ട്. അങ്ങനൊക്കെ ആയിട്ട് നിക്കണം. നിന്റെ മാമയാണ് അതൊക്കെ അല്ലേ. അവിടെ ആ, ഒരു ചെക്ക് പയ്യനുണ്ടല്ലോ, അവന്റെ പേര് ഞാൻ മറന്നു. അഫ്സല്. അഫ്സല്. അവന് ചെറിയൊരു മാനസികത്തിന്റെ ബുദ്ധിമുട്ടുണ്ട്. നമ്മളപ്പോ പഠിച്ചിരുന്ന ആള് സ്കൂളിലെ തൊപ്പി പ്രശ്നത്തിന്റെ അവസരമൊക്കെ ഉണ്ടാവും നിങ്ങളപ്പോ. അതെ അതെ, ആടാ അതല്ലേ ഞാൻ പറഞ്ഞേ, ആ സമയമാണ് ഞാനും അവിടെ. ഞാൻ 96 10ന്ന് പോകുന്നത്. ശരിയാണ്. അപ്പൊ ആ ലെവലിൽ തന്നെ ആയിരുന്നു ഞാനും അവനൊക്കെ ഏകദേശം ഒരു വയസ്സ് വ്യത്യാസമുള്ളൂ. അവരൊക്കെ സ്കൂളിൽ നിന്നുള്ള പരിചയങ്ങളാ അവനൊക്കെ. അതന്നെ. അവനെല്ലാവരും നല്ലതായിരുന്നു, കമ്പനിയായിരുന്നു. പിന്നെ അതിന്റെ ഇടക്ക് പെട്ടെന്ന് മാനസികമായിട്ട് സുഖമില്ലാണ്ടായി. പിന്നെ ഇപ്പൊ പണിക്കും പോണില്ലതാകുന്നുണ്ട്, അങ്ങനെ ഇരുത്തായി. അതുണ്ടായി. അതുപോലെ നമ്മുടെ യൂണിയൻ ഷക്കീർ ഇവരൊക്കെ ഇല്ലേ. ഷക്കീറൊക്കെ പോയി അവിടുന്ന്. ഇപ്പൊ എവിടെ അവര്? അവന്റെ ഉപ്പ മരണപ്പെട്ട്. അത് ഞാൻ സുഖല്ലാണ്ട്. അവരിപ്പോ ഇവിടെ പാലയൂര എവിടാണ്ട് താമസിക്കേണ്ടത്. പാലയൂര് പള്ളിയുടെ അവിടെ നിന്ന് ഉള്ളിലേക്ക് പോയിട്ടുണ്ടെന്ന്. എല്ലാരും താഴെ കമന്റ് ചെയ്തിട്ടാ. ഞങ്ങളിങ്ങനെ സംസാരിച്ചോണ്ട് ഞങ്ങളിങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം കണ്ടുമുട്ടിയപ്പോ പഴയ പഴയ കഥകളുടെ കെട്ടഴിച്ചതാണ്. നിങ്ങൾക്ക് വരാം പഴയ കഥകളുടെ കെട്ടഴിച്ചിട്ടാ. അപ്പൊ അങ്ങനെ പരിപാടിയൊന്നും ഇല്ലല്ലോ, ഇന്ന് ലീവല്ലേ? ഇല്ല, ഇന്ന് ലീവാണ്. അപ്പൊ ഇങ്ങനെ ഇരുന്ന ഇനിയിപ്പൊ അവര് രാത്രി വരുള്ളൂ. അതങ്ങനെ. അപ്പൊ ഇങ്ങനെ ആ കാര്യങ്ങൾ പറഞ്ഞെന്ന് മാത്രം. അപ്പൊ അവനെ കണ്ടപ്പോ പിന്നെ നിങ്ങളെ നമ്പറും മേടിക്കാൻ മറന്നു ഞാൻ അന്ന്. നിങ്ങളെ ചാനലുണ്ട് എന്ന് പറഞ്ഞു, പക്ഷെ അതിൽ കയറാൻ എനിക്ക് പറ്റിയില്ല. പിന്നെ അതുണ്ടായത് നമ്പർ. അത് പ്രൊഫൈലിൽ കയറി കഴിഞ്ഞാൽ നേരെ എന്റെ കമ്പനിയുടെ വെബ്സൈറ്റ് ഉണ്ട്. പ്രൊഫൈലിൽ കയറിയാല് കമ്പനിയുടെ വെബ്സൈറ്റ് ഉണ്ട്, അതിൽ നിന്ന് നേരിട്ട് കിട്ടും. അങ്ങനെയാണ്. അപ്പൊ ഇൻഷാ അല്ലാ കണ്ടതിൽ ഞാൻ കുറെ ദിവസമായി. ഞാൻ ഇന്നലെയും കൂടെ പറഞ്ഞുള്ളത്, ആ ജാഫറിനെ കുറെ ദിവസമായി കണ്ടിട്ട് കാണാൻ. അല്ല, ഞാനിതാണ്. പിന്നെ നിങ്ങളെ സമയം മാറില്ല. പിന്നെ നമ്മളിപ്പോ രാത്രി 10-11 മണി വരെ ഓട്ടം ഉണ്ടാവും. അപ്പൊ ആ ടൈമിൽ നമുക്ക് കയറാൻ പറ്റില്ല. നാട്ടിലാകുമ്പോ പിന്നെ നമുക്ക് എങ്ങനെയാലും ആ ടൈമിന് വരുമ്പോ പിന്നെ അറിയാൻ എത്ര ടൈമിൽ ഇട്ടില്ലെന്ന്. ഇനിയിപ്പോ ഇവിടുത്തെ സമയം എന്ന് പറഞ്ഞാൽ 11:30-12 മണിയൊക്കെ അവിടെ ഇടാന്. കാരണം 10:30-11 മണി 11:15 നമ്മള് തിരിച്ചെത്തുമ്പോ. ഞാനേ ഒഴിവുള്ളപ്പോ കയറുണ്ട്. അതന്നെ. പിന്നെ മെഗാ മാർട്ടിൽ വെച്ചിട്ടൊരു ലൈവ് ഇട്ടില്ലേ. അതെ 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 അതെ. അപ്പൊ ഞാൻ കണ്ട്. പക്ഷെ അന്ന് ഞാൻ ഒരു ഹായ് ഇട്ടിട്ട് പോയി. പിന്നെ കയറാനൊന്നും പറ്റില്ല. പിന്നെ ടുഗദർ ഒന്നും ആയിരുന്നില്ല. അപ്പൊ പിന്നെ ഞാൻ അങ്ങനെ അത് ഞാൻ ജസ്റ്റ് അവിടെ ചെന്നപ്പോ ഞാൻ പറഞ്ഞില്ലേ, ചില സ്ഥലങ്ങളിൽ പോകുമ്പോ പിള്ളേരെയും നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്നവരൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു. കാരണം അവരൊപ്പം ഉണ്ടായിരുന്നല്ലേ. ഇപ്പൊ കുറച്ചു കാലം അധികം നിന്നല്ലോ അല്ലെ പോക്കിന്. ഇത്തവണ പോയിട്ട് കുറെ നാൾ നിൽക്കുകയും ചെയ്തു. ഒരു 5.5 മാസത്തോളം ഞാൻ നിന്നല്ലേ, ഏകദേശം 6 മാസത്തിന്റെ അടുത്ത് നിൽക്കുകയും ചെയ്തു. എല്ലാത്തൊരു ഇതാണ്. മാനസികമായിട്ട് അടുത്ത് കഴിഞ്ഞാലേ പിന്നെ ഇങ്ങോട്ട് പോരാനേ മനസ്സ് പഠിച്ചു കൊടുക്കണ പോലെ. അപ്പൊ അത് ഭയങ്കരമായിട്ട് എന്താ പറയാ, ഭയങ്കര പ്രോബ്ലം ഫീൽ ചെയ്യുന്നു. അപ്പൊ ഇന്നലെ ഞാൻ ബുർജുൽ അറബിന്റെ അവിടെ പോയിട്ടുണ്ടായിരുന്നു. മറ്റേ വലിയ ബിൽഡിങ്ങിന്റെ ബുർജുൽ അറബ് ജുമേറ ബീച്ച് ഹോട്ടലില്ലേ. മനസ്സിലായി. ആ ടെന്നീസ് ഒക്കെ കളിക്കാൻ പറ്റിയ കോർട്ടൊക്കെ ഉള്ള. മറ്റേ വലിയ കുരിശ് ഉള്ള ഹെലിപാഡ് ഇറങ്ങുന്ന കുരിശിന്റെ. മനസ്സിലായി. അവിടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ ചെന്നപ്പോ അവിടെ പാർക്കൊക്കെ ഭയങ്കരമായിട്ട് മോഡറേറ്റ് ചെയ്തിട്ട് ഭയങ്കര സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ അവിടെ പോയപ്പോ ഞങ്ങള് പണ്ട് പിള്ളേരൊക്കെ ആയിട്ട് അവിടെ പോവാറുണ്ട്, ഇങ്ങനെ കറങ്ങാനൊക്കെ ആയിട്ട് പോകുമ്പോ. ഫാമിലി ഒന്നല്ലേ. പിന്നെ നമ്മള് ഒരു സുഹൃത്തൊക്കെ ആയിട്ട് അവിടെ ഇങ്ങനെ ഇരുന്ന് കഥയൊക്കെ പറഞ്ഞിരിക്കാറുണ്ട്. അപ്പൊ അവിടെ ചെന്നപ്പോ അത് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഫീൽ ചെയ്ത്. അങ്ങനെ എന്താ പറയാ, ജീവിതം അങ്ങനെയല്ലേ, പിന്നെ വരാണ്ടിരിക്കാനും പറ്റില്ലല്ലോ. അതെ 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 അതെ. ഓക്കെ. ഞാന്